ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ സ്വർഗരാജ്യമാണ് മഡഗാസ്കർ, സഞ്ചാരികളുടെ ഇഷ്ടനാട്. പക്ഷേ അവിടെയുള്ളവർക്ക് ആ സ്വന്തം നാട് അത്ര സ്വർഗമല്ല. ലോകത്തിൻ്റെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ് മഡഗാസ്കർ ദ്വീപ് രാഷ്ട്രം. ഇപ്പോഴിതാ പല നാടുകളിലും സംഭവിച്ച അതേ കാര്യം, ജെൻസി യുവാക്കളുടെ പ്രക്ഷോഭം മഡഗാസ്കറിലും ഭരണകൂടത്തെ അട്ടിമറിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ആൻഡ്രി റജോലിന രാജ്യം വിട്ട് ഓടിപ്പോയിരിക്കുകയാണ്. ജെൻസി യുവാക്കളോടൊപ്പം ചേർന്ന് പ്രതിഷേധത്തിനിറങ്ങി സൈന്യം അധികാരം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇന്ന് സൈനിക വക്താവ് കേണൽ മൈക്കൽ റാൻഡ്രിയനിരിന അധ്യക്ഷനായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ലോകമെമ്പാടും നടക്കുന്ന ജെൻസി പ്രക്ഷോഭങ്ങളുടെ അധ്യായങ്ങളിലേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ പേര് കൂടി ചേർക്കപ്പെടുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രം, വെറും 3 കോടി ജനസംഖ്യ മാത്രമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാണ് മഡഗാസ്കർ. 2022 വേൾഡ് ബാങ്കിൻ്റെ കണക്കുകൾ അനുസരിച്ച് 75% ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന ഒരു രാഷ്ട്രം. 2002 2009 മഡഗാസ്കറിൽ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. 2009 രാഷ്ട്രീയ പ്രതിസന്ധി മഡഗാസ്കർ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു പ്രതിസന്ധിയായിരുന്നു. അന്നത്തെ പ്രസിഡന്റ് മാർക്ക് റാവലോമനക്കെതിരെ സൈനിക കൂട്ടുകെട്ട് നടത്തി നേരത്തെ പ്രസിഡന്റായിരുന്ന ആൻഡ്രി റജോലിന അധികാരത്തിലെത്തുകയാണ്. അന്ന് ഒരു ട്രാൻസിഷണൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയിരുന്നു അക്കാലത്ത് റജോലിന. ആ പ്രതിസന്ധി കാലത്ത് പ്രസിഡന്റായി സ്ഥാനമേൽക്കുകയായിരുന്നു റജോലിന. അദ്ദേഹം ഒരു ബിസിനസ്മാൻ കൂടിയാണ്. 2014 രാജ്യത്തിന് വീണ്ടും പുതിയ പ്രസിഡന്റ് വരികയാണ്. വീണ്ടും 4 വർഷങ്ങൾ കഴിഞ്ഞ് 2018 തെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് റജോലിന തിരിച്ചു വന്നു. പക്ഷേ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആളുകൾ പോലും ഈ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് കോടതിയിൽ നിന്ന് അനുകൂല വിധി വാങ്ങി അദ്ദേഹം പ്രസിഡന്റായി തുടരുകയായിരുന്നു. 2023 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ്. മഡഗാസ്കർ രാഷ്ട്രത്തിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമായിരുന്നു അന്ന് രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ റജോലിന തന്നെ വീണ്ടും അധികാരമേൽക്കുകയാണ്. അങ്ങനെ റജോലിനയാണ് കാലങ്ങളായി മഡഗാസ്കർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായുള്ള ഈ ഭരണം പക്ഷേ രാജ്യത്തെ മഡഗാസ്കറിലെ ഭൂരിപക്ഷം പേർക്കും അത്ര പിടിച്ചിരുന്നില്ല എന്നത് 2 വർഷമായി വ്യക്തമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഭരണകാലത്ത് സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുകയാണ്. വൈദ്യുതി, വെള്ളം പോലുള്ള അടിസ്ഥാന സേവനങ്ങൾ പോലും മഡഗാസ്കറിൽ ഇല്ലാതാവുകയാണ്. അന്തരീക്ഷ മാലിന്യം വർദ്ധിക്കുകയാണ്, കൊള്ള വർദ്ധിക്കുന്നു, അഴിമതിയെല്ലാം സാധാരണ കാര്യങ്ങളായി മാറുന്നു. മൊത്തത്തിൽ ആ നാട്ടിലെ യുവജനങ്ങൾ രോഷാകുലരായിരുന്നു എന്നർത്ഥം. അങ്ങനെ അവർ തെരുവിലിറങ്ങുകയാണ്. ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിൻ്റെ തുടക്കം കഴിഞ്ഞ സെപ്റ്റംബർ 25 അതിനു മുമ്പ് ചെറിയ ചില പ്രക്ഷോഭങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നു. സെപ്റ്റംബർ 25 മഡഗാസ്കറിൽ പ്രക്ഷോഭം തുടങ്ങാനുള്ള കാരണം നിരന്തരമായി വെള്ളവും വൈദ്യുതിയും സാധാരണക്കാർക്ക് ലഭ്യമാകാതായി. നിരന്തരമായി വെള്ളവും വൈദ്യുതിയും നിലച്ചതോടെ പ്രക്ഷോഭങ്ങൾ തുടങ്ങി. ആന്റനാനെരിവോ, തോമസിന, ആൻറ്റിസിറാബെ, ടോലിയാര, ആൻറ്റിസിരന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. അവിടേക്ക് പോലീസ് ഇറങ്ങി ടിയർ ഗ്യാസും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ചു. പ്രക്ഷോഭകരാകട്ടെ ടയറുകൾ കത്തിച്ച്, റോഡുകൾ അടച്ച്, രാഷ്ട്രീയക്കാരുടെയൊക്കെ വീടുകൾ ആക്രമിച്ച്, AK-47 വെടിവെപ്പിലൂടെയൊക്കെ 5 മരണങ്ങൾ വരെ അന്ന് സംഭവിക്കുകയാണ്. കർഫ്യൂ ഏർപ്പെടുത്തുകയാണ്. അതോടെ ജനരോഷം പടർന്ന് വിവിധ നഗരങ്ങളിലേക്ക് ഈ പ്രക്ഷോഭം വ്യാപിക്കുകയാണ്. മുദ്രാവാക്യങ്ങളുടെ സ്വഭാവം മെല്ലെ മാറാൻ തുടങ്ങി. അഴിമതിക്കെതിരെ, സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെയൊക്കെ ഈ പ്രക്ഷോഭങ്ങൾ പരിണമിക്കുകയാണ്. നേപ്പാളിൽ ജെൻസി കലാപമുണ്ടായതെന്ന് നമ്മൾ കണ്ടു. നേപ്പാളിൽ ജെൻസി പ്രക്ഷോഭമുണ്ടായതിന് സമാനമായ കാരണങ്ങൾ മഡഗാസ്കറിലും കാണാം. ഏറ്റവും കുറഞ്ഞത് ജെൻസി യുവാക്കൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ഒട്ടേറെ സാമ്യതകൾ കാണാൻ സാധിക്കും. പ്രസിഡന്റായിരുന്ന റജോലിനയുടെ കുടുംബത്തിൻ്റെ ധൂർത്തിനെതിരെ യുവാക്കൾ പ്രതിഷേധിക്കുന്നുണ്ട്. അവർ അത് പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. രാജ്യം ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കിട്ടാതെ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രസിഡന്റിൻ്റെ മകളായ ഇലോണയുടെ ഡിസൈനർ ബ്രാൻഡ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റിൻ്റെ മകനായ അരീന സ്വിറ്റ്സർലൻഡിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ജെൻസി പ്രശ്നവൽക്കരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളാണ് അവർ പ്രചരണത്തിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ടിക്ടോക്കിലെ വൈറൽ വീഡിയോകൾ വഴിയാണ് ജനങ്ങൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ രോഷം വർദ്ധിപ്പിക്കുന്ന കണ്ടന്റുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. $152 മില്യൺ ചെലവുള്ള ഒരു കേബിൾ കാർ പദ്ധതി റജോലിനെ കൊണ്ടുവന്നിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൂറിസം മഡഗാസ്കറിൻ്റെ വലിയൊരു വരുമാനമായിരുന്നു. പക്ഷേ
നാട്ടിലെ തദ്ദേശീയരായ ജനങ്ങൾക്ക് വെള്ളവും വൈദ്യുതിയും പോലും മര്യാദക്ക് ലഭിക്കാത്ത ഒരു രാജ്യത്ത് ഇത്തരം നിക്ഷേപങ്ങൾ അനാവശ്യമാണ്, അത് കൊണ്ടുവരുന്നത് അനാവശ്യ നിക്ഷേപങ്ങളാണ് ജനങ്ങൾ പറഞ്ഞു. അവർ പ്രകോപിതരായി. മഡഗാസ്കർ ജെൻസി എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജ് അടക്കമുള്ള നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ജെൻസി യുവാക്കൾ സംഘടിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഓരോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കും ലക്ഷങ്ങളാണ് ഫോളോവേഴ്സുകളുള്ളത്. വൃത്തിയുള്ള വെള്ളം വേണം, സ്ഥിരമായി വൈദ്യുതി ലഭിക്കണം, തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, അഴിമതി അവസാനിപ്പിക്കണം, ദാരിദ്ര്യത്തിനെതിരെ സാമൂഹിക നീതി രാജ്യത്ത് നടപ്പാക്കണം. ഇതൊക്കെയാണ് പ്രക്ഷോഭകാരികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആവശ്യം. ഞങ്ങൾക്ക് അധികാരം വേണ്ട, പക്ഷേ ഞങ്ങൾക്ക് വെളിച്ചം വേണം. ഇതാണ് പ്രക്ഷോഭകാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജാപ്പനീസ് മാങ്ക, വൺ പീസ്, ജോളി റോജർ തുടങ്ങിയ നിരവധി ആനിമെ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളുള്ള പതാകയും ചിഹ്നങ്ങളും തൊപ്പികളുമെല്ലാം ധരിച്ചാണ് യുവാക്കൾ രംഗത്തിറങ്ങുന്നത്. നേപ്പാളിൽ, മൊറോക്കോയിൽ, മറ്റു വിവിധ സ്ഥലങ്ങളിൽ, ഇപ്പോൾ മഡഗാസ്കറിൽ, ലോകമെമ്പാടുമുള്ള ജെൻസി പ്രക്ഷോഭങ്ങളിൽ എല്ലായിടത്തും കാണുന്നത് ഈ പതാകകളാണ്, ഈ ചിഹ്നങ്ങളാണ്. നേപ്പാളിലെ പ്രധാനമന്ത്രി രാജിവെച്ചതുപോലെ മഡഗാസ്കറിലെ പ്രസിഡന്റ് രാജ്യം വിട്ടിരിക്കുന്നു. സൈന്യം ജെൻസിക്കൊപ്പം ചേർന്ന് ഭരണം പിടിച്ചിരിക്കുന്നു. വെറും ആഴ്ചകൾക്കുള്ളിൽ ജെൻസി യുവാക്കൾ പ്രക്ഷോഭം നടത്തി താഴെയിറക്കുന്ന രണ്ടാമത്തെ ഭരണകൂടമാണ് മഡഗാസ്കറിലേത്. ഇതുവരെ 25ഓളം മരണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 100 കണക്കിന് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ 11 ക്യാപ്സാറ്റ് എന്ന ഒരു സൈനിക യൂണിറ്റ് ഈ പ്രക്ഷോഭകാരികളെ പിന്തുണച്ച് രംഗത്തിറങ്ങിയത്. ഒക്ടോബർ 13 ക്യാപ്സാറ്റ് എല്ലാ സൈനിക യൂണിറ്റുകളും തങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രസിഡന്റായിരുന്ന റജോലിന ഫ്രഞ്ച് സൈനിക വിമാനത്തിൽ കയറി രാജ്യം വിടുകയാണ്. അദ്ദേഹം ഏത് രാജ്യത്തേക്കാണ് പോയതെന്ന് വ്യക്തമല്ല. ഒക്ടോബർ 14 സൈന്യം ദേശീയ റേഡിയോയിലൂടെ തങ്ങൾ സർക്കാർ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആഫ്രിക്കൻ യൂണിയൻ മഡഗാസ്കറിനെ സസ്പെൻഡ് ചെയ്യുകയാണ്. ജെൻസി യുവാക്കളാണ് പ്രക്ഷോഭം നയിച്ചതെങ്കിലും ഒടുക്കം സൈന്യത്തിനാണ് താൽക്കാലികമായെങ്കിലും മഡഗാസ്കറിൽ ഭരണം ലഭിക്കുന്നത് എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. പക്ഷേ ജെൻസി യുവാക്കളുടെ പ്രക്ഷോഭമാണ് ആ നാട്ടിൽ ഭരണമാറ്റം കൊണ്ടുവരുന്നത്. യുവാക്കൾ, വിദ്യാർത്ഥികൾ, കച്ചവടക്കാർ, ഓഫീസ് ക്ലർക്കുകൾ, അമ്മമാർ, ഇങ്ങനെ തുടങ്ങി ജെൻസി പ്രായത്തിലുള്ള നിരവധി പേർ സോഷ്യൽ മീഡിയ വഴി സംഘടിച്ചു. നേപ്പാൾ, ഇന്തോനേഷ്യ, പെറു, മൊറോക്കോ ഇവിടെയൊക്കെ സംഭവിച്ച അതേപോലെ മഡഗാസ്കറിലും എല്ലായിടത്തും നേതാക്കളില്ലാതെ ആനിമെ കഥാപാത്രങ്ങളുടെ ഫ്ലാഗുകൾ ഉയർത്തി ജെൻസി ജനത ഐക്യപ്പെടുന്ന കാഴ്ച ലോകം വീണ്ടും കണ്ടിരിക്കുകയാണ്. സ്ട്രോ ഹാറ്റ് പൈററ്റ്സ് പോലെ ആനിമെ സീരീസുകളിലെ വീരനായകരാണ് ഭരണകൂടത്തിൻ്റെ അന്യായങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ യുവാക്കളെ പ്രചോദിപ്പിക്കുന്നത് എന്നതാണ് കൗതുകകരമായ കാര്യം. യുവാക്കളുടെ രോഷം ഭരണകൂടങ്ങളെ തകർക്കാമെന്ന് മഡഗാസ്കറും കൂടി ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ്.